ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്നെന്താ മാങ്ങ നിൽക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് മാങ്ങക്കറി ഉണ്ടാക്കിയാലോ എന്ന്. ഞാൻ അവിടുന്ന് പൊട്ടിച്ചതല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊടുക്കുന്നതാണ് മാങ്ങ. അപ്പം ഞാൻ മാങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് 2 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ ഒന്ന് തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം, എന്നിട്ട് മാങ്ങക്കറി ഉണ്ടാക്കാം. മാങ്ങ ഞാൻ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ടുള്ള മാങ്ങക്കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ ഒരു 5 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നല്ല ജീരകം എടുത്തിട്ടുണ്ട്, വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ എത്ര പൊടികളെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാങ്ങക്കറിയിലേക്ക് ഞാൻ ഒരു പകുതി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ തേങ്ങ അരയ്ക്കുകയാണ്, കാരണം ഇവിടെ കുറേ സമയമായി കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കറണ്ട് പോയാൽ ഇനി വന്നില്ലെങ്കിലോ, അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയിലേക്ക് ഞാനിതാ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, ചെറിയ ജീരകം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. കറണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നില്ലെങ്കിലോ. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ ഞാൻ വെളുത്തുള്ളി മറന്നു പോയതാണ് കേട്ടോ, വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഞാനിവിടെ മൂടി വയ്ക്കട്ടെ. ഇനി നമുക്ക് മാങ്ങക്കറി ഉണ്ടാക്കാം. ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം നമുക്ക് സവോളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി വേണമെന്നുള്ളവർക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. സവോള ഇട്ടതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തത് പച്ചമുളകും ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതുണ്ടായിരുന്നില്ലേ, ഇഞ്ചിയും കറിവേപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇത് പെട്ടെന്ന് എന്തോ കിട്ടിയില്ല വീഡിയോയിൽ, അതുകൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ലൈക്കൊക്കെ നിങ്ങൾ ചെയ്യണം, കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യമായ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടി നല്ല ചൂടായിട്ടുണ്ടാവില്ല, അപ്പോൾ അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് മാങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മാങ്ങയും എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ മറന്നുപോയി, ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. മാങ്ങക്കാലമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് ഈ മാങ്ങക്കറി. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മാങ്ങക്കറി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാങ്ങ വേവാനായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണമാണ് കേട്ടോ. മാങ്ങ അങ്ങനെ വെന്ത് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വേവണം മാങ്ങ.
നല്ല ടേസ്റ്റാണ് ഇതുപോലെ മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ നമുക്ക് ചോറിലേക്ക് വേറെ കറിയൊന്നും വേണ്ട, ഈ മാങ്ങാക്കറി തന്നെ മതി. നല്ല ടേസ്റ്റാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ. മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചൂടായി എടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി ഒന്ന് ചൂടായിട്ട് വരട്ടെ. മാങ്ങയൊക്കെ ഇതിൽ നന്നായിട്ട് വെന്ത് ഇതായിട്ടുണ്ട്. ഇത് മൂവാണ്ട മാങ്ങയാണ്, അപ്പോൾ പെട്ടെന്ന് വേവും. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്കിത് താളിച്ചെടുക്കാം. കറി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്ര പെട്ടെന്നാണെന്ന് അറിയാം നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കിയത്. ഇനി ഇത് താളിച്ചെടുക്കാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയും ഉണക്കമുളക് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാതും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം.